ഹലോ മക്കളെ, എല്ലാവർക്കും നമസ്കാരം. ഞാൻ നിതിൻ. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് മെയിൻ 2024 ഫേസ് 1 ആ എക്സാമിൻ്റെ ഡിസ്കഷനുമായിട്ടാണ്. സോ നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യുന്ന ക്വസ്റ്റ്യൻ പേപ്പർ എന്ന് പറയുന്നത് 29th ജാനുവരി ഷിഫ്റ്റ് 2 നടന്ന പേപ്പറിൻ്റെ ഡിസ്കഷനായിരിക്കും. ഓക്കെ, സോ 1 by 1 നമ്മൾ ഡിസ്കഷനുമായിട്ട് മുന്നോട്ട് പോവുകയാണ്. സോ ആ ഡിസ്കഷനിലുടനീളം നമ്മൾ ഏത് ചാപ്റ്ററിൽ നിന്നാണ് ഈ ക്വസ്റ്റ്യൻ എന്നും അതുപോലെ തന്നെ അതിൻ്റെ സബ് ടോപ്പിക്കിനെ കുറിച്ചും പറഞ്ഞിട്ടായിരിക്കും എല്ലാ ക്വസ്റ്റ്യൻസും ഡിസ്കസ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ചെയ്യുന്നത്. ഓക്കെ, സോ ക്വസ്റ്റ്യൻ നമ്പർ 1 നമ്മൾക്ക് എന്താണെന്ന് നോക്കാം. സോ ഈ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്, ശ്രദ്ധിക്കണം, ഈ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് ചാപ്റ്റർ എന്ന് പറയുന്നത് ഡ്യുവൽ നേച്ചർ ഓഫ് റേഡിയേഷൻ ആൻഡ് മാറ്റർ ആണ്. അതിൻ്റെ സബ് ടോപ്പിക്കായിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത് എനർജി അസോസിയേറ്റഡ് വിത്ത് എ ഫോട്ടോൺ. മനസ്സിലാകുന്നുണ്ടല്ലോ, എനർജി അസോസിയേറ്റഡ് വിത്ത് എ ഫോട്ടോണുമായിട്ട് ബന്ധപ്പെട്ട ഒരു ചോദ്യമാണ് നമ്മളോട് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. സോ നമുക്ക് ക്വസ്റ്റ്യൻ ഒന്ന് ശ്രദ്ധിക്കാം. എന്താണ് ഈ ക്വസ്റ്റ്യൻ പറയുന്നത് നമുക്ക് ശ്രദ്ധിക്കാം. ഓക്കെ, ക്വസ്റ്റ്യൻ പറയുന്നത് ഇങ്ങനെയാണ്: 2 source of light emits with a power of 200 watt. The ratio of number of photons of visible light emitted by each source having wavelength 300 nanometer and 500 nanometer respectively എന്നാണ് ചോദ്യം. സോ ഓക്കെ, ക്വസ്റ്റ്യൻ ഒന്ന് ഞാനൊന്ന് ബ്രീഫ് ചെയ്യാം നിങ്ങൾക്ക് വേണ്ടിയിട്ട്. ഇവിടെ പറയുന്നത് നമ്മുടെ കയ്യിൽ 2 സോഴ്സ് ഓഫ് ലൈറ്റ് ഉണ്ട്. ഓക്കെ, ഈ 2 സോഴ്സ് ഓഫ് ലൈറ്റിൻ്റെയും പവർ എന്ന് പറയുന്നത് എത്രയാണ്? 200 വാട്ടാണെന്ന് നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. സോ പവർ എന്ന് പറയുന്നത് 200 വാട്ടാണ്. ഇനി ഈ ഡിഫറൻസ്, ഈ 2 സോഴ്സിൽ നിന്നിട്ടും എമിറ്റ് ചെയ്യുന്ന ലൈറ്റിൻ്റെ അതിൻ്റെ വേവ് ലെങ്ത്തിന് ഇവിടെ വ്യത്യാസമുണ്ട്. ആ വേവ് ലെങ്ത് എന്ന് പറയുന്നത് 300 നാനോമീറ്ററും അതുപോലെ തന്നെ 500 നാനോമീറ്ററുമാണെന്നും പറയുന്നുണ്ട്. മനസ്സിലാകുന്നുണ്ടല്ലോ? അങ്ങനെയാണെങ്കിൽ ക്വസ്റ്റ്യൻ ചോദിക്കുന്ന ഇതാണ്: ഈ പറഞ്ഞിരിക്കുന്ന സാഹചര്യത്തിൽ ഈ 2 സോഴ്സിൽ നിന്നിട്ടും എമിറ്റ് ചെയ്യപ്പെടുന്ന ഫോട്ടോൺസിൻ്റെ റേഷ്യോ എത്രയാണെന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. ക്വസ്റ്റ്യൻ ക്ലിയർ ആണല്ലോ? സോ നമുക്കിതിൻ്റെ ഡീറ്റെയിൽ ഡിസ്കഷനിലോട്ട് പോകാം. ഓക്കെ, സോ മക്കളെ, ക്വസ്റ്റ്യൻ്റെ ആൻസറിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ, സോ ഈ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം നമ്മൾ ക്വസ്റ്റ്യനകത്ത് പറഞ്ഞിരിക്കുന്ന പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ഇതിൻ്റെ പവർ എന്ന് പറയുന്നത് പവർ P1 = എന്താണ്? P2 ആണ്. രണ്ടിൻ്റെയും പവർ സെയിം ആണെന്നാണ് നമ്മൾ ഓൾറെഡി ക്വസ്റ്റ്യൻ്റെ തുടക്കത്തിൽ തന്നെ പറഞ്ഞത്. സോ പവറിനെ കുറിച്ചുള്ള എക്സ്പ്രഷൻ പറയുമ്പം നമുക്കറിയാവുന്ന കാര്യമാണ് എനർജി അപ്പോൺ ടൈം. അല്ലേ കുഞ്ഞേ? എനർജി അപ്പോൺ ടൈം എന്ന് പറഞ്ഞാൽ എന്തായിട്ട് പറയാൻ പറ്റും? പവർ എന്ന് നമുക്ക് പറയാൻ പറ്റും. എനർജി അപ്പോൺ ടൈം ക്ലിയർ ആണല്ലോ? സോ ടൈം എന്ന് പറഞ്ഞാൽ നമ്മൾ ഒബ്സർവ് ചെയ്യുന്ന, നമ്മൾ അതായത് എത്ര ഫോട്ടോൺസ് ആണ് വെളിയിലോട്ട് വരുന്നത് എന്ന് നമ്മൾ അറിയാനായിട്ട്, ഒബ്സർവ് ചെയ്യാനായിട്ട് ചൂസ് ചെയ്യുന്ന സമയമാണ് ഞാൻ ഈ ടി എന്നെടുത്തത്. സോ ടി ടൈമിനകത്ത് എത്ര എനർജി വെളിയിലോട്ട് വരുന്നു എന്ന് ഞാൻ നോക്കിയിട്ട് ആ എനർജി ഡിവൈഡഡ് ബൈ ടൈം എടുക്കുമ്പോഴായിരിക്കുമല്ലോ നമ്മൾക്ക് എന്ത് കിട്ടുന്നത്? പവർ കിട്ടുന്നത്. ശരിയല്ലേ? ഓക്കെ, സോ ഈ ബേസിക് ഈ ഒരു ജനറൽ എക്സ്പ്രഷൻ ഞാൻ ഹോൾഡ് ചെയ്യുന്നു. ഫൈൻ. സോ നമ്മൾക്ക് 2 കണ്ടീഷനാണ്, P1 = P2, അതുപോലെ തന്നെ ഈ ഒരു ജനറൽ എക്സ്പ്രഷൻ. സോ ഈ ജനറൽ എക്സ്പ്രഷൻ അതിനെ നമുക്കറിയാവുന്ന കാര്യമാണ്. E = അല്ലേ കുഞ്ഞേ? E = നമുക്ക് എന്തെന്ന് എഴുതാം? hc/λ എന്ന് എഴുതാം. സോ 2 ഡിഫറെൻറ്റ് സോഴ്സസിനായിട്ട് നമ്മൾ ഇക്വേഷൻ എഴുതുമ്പോൾ നമുക്കതിനെ എന്തെന്ന് എഴുതാൻ പറ്റും? E1/T1 അല്ലേ? ദാറ്റ് ഈസ് ഈക്വൽ ടു E2/T2. സോ T1 = T2 ആണ്. അതുകൊണ്ട് ഞാൻ എന്തെന്ന് എഴുതുന്നു? ഇതിനെ E1/T ദാറ്റ് ഈസ് ഈക്വൽ ടു E2/T എന്ന് എഴുതുന്നു. പവർ സെയിം ആയതുകൊണ്ടാണ് ഞാനിങ്ങനെ ഇക്വേറ്റ് ചെയ്തത്. ഇനി നമുക്കെല്ലാം അറിയാം E = hc/λ ആണല്ലോ. ആ ഒരു റിലേഷൻ നമ്മൾ ഇതിനകത്തോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ എന്ത് വരും? ഹിയർ ദിസ് ഈസ് ഗോയിങ് ടു ബി hc/λ1. ഇവിടെ ഈ ടീം കട്ടായി പോകും കേട്ടോ. സോ hc/λ1 ദാറ്റ് ഈസ് ഈക്വൽ ടു എന്ത് വരുന്നു? hc/λ2 എന്ന് എഴുതാം. ക്ലിയർ അല്ലേ? ആണല്ലോ. ഇനി ഒരു കാര്യം നമ്മളിവിടെ ശ്രദ്ധിക്കണം. ഇവിടെ എത്ര നമ്പർ ഓഫ് ഫോട്ടോൺസ് ആണ് വെളിയിലോട്ട് വന്നതെന്ന് നമ്മളിവിടെ കൗണ്ട് ചെയ്തിട്ടില്ലല്ലോ. സോ ഒരു ഫോട്ടോൺ വരുമ്പോഴത്തെ എനർജി അല്ലേ ഈ hc/λ എന്നുള്ളത്? ആണല്ലോ. സോ ടി ടൈമിനകത്ത് ഒന്നാമത്തെ സോഴ്സിൽ നിന്നിട്ടും n1 നമ്പർ ഓഫ് ഫോട്ടോൺസ് ആണ് വെളിയിൽ വന്നതെന്നും അതുപോലെ തന്നെ അതേ സമയത്തിനുള്ളിൽ രണ്ടാമത്തെ സോഴ്സിൽ നിന്നിട്ട് വെളിയിലോട്ട് വന്നേക്കുന്ന ഫോട്ടോൺസ് എത്രയാണെന്ന് എഴുതുക? n2 എന്ന് കൊടുക്കുക. സോ ആ ഒരു റിലേഷൻ നമുക്ക് എവിടെയും വരും മക്കളെ? ഇവിടെയും വരും. കണ്ടോ? n1 അതുപോലെ തന്നെ n2. അത് തന്നെ ഇവിടെയും വരത്തില്ലേ? n1 n2 എന്ന് വരും.
സോ ഇവിടെ ഒരു കാര്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം, ഈ E1 എന്നുള്ള ഞാൻ ജനറൽ എക്സ്പ്രഷൻ ഏത് പറഞ്ഞിട്ടാണ് ടോട്ടൽ നമ്പർ ഓഫ് എനർജിയിലോട്ട് ഞാൻ പുറകോട്ട് വന്നത്. മനസ്സിലാകുന്നുണ്ടല്ലോ? സോ ഈ ഒരു കണ്ടീഷൻ നമ്മൾ ഇവിടെ നോക്കുമ്പോൾ നമുക്ക് കൃത്യമായിട്ട് പറയാൻ പറ്റും എന്ത്, ഇവർ രണ്ടുപേരും ഇവിടെ നിന്ന് എന്തായി പോകും, ക്യാൻസലായി പോകും. H×C ലെഫ്റ്റിലും റൈറ്റിലും ക്യാൻസലായി പോകും. അങ്ങനെ വരുമ്പോൾ നമ്മൾ N1 ഡിവൈഡഡ് ബൈ N2 നോക്കുകയാണെങ്കിൽ അതിൻ്റെ വാല്യൂ നമ്മൾക്ക് എന്തെന്ന് എഴുതാൻ പറ്റും, λ1 ഡിവൈഡഡ് ബൈ λ2 എന്ന് എഴുതാൻ പറ്റും. സോ N1 ബൈ M2 ഈക്വൽ ടു λ1 ബൈ λ2 എന്ന് നമ്മൾക്ക് കിട്ടി ആണല്ലോ. ഇനി λ1ൻ്റെ വാല്യൂ എന്താ മക്കളെ പറഞ്ഞിരിക്കുന്നത്, λ1ൻ്റെ വാല്യൂ പറഞ്ഞിരിക്കുന്നത് 300 നാനോമീറ്റർ എന്നും അതുപോലെ തന്നെ λ2ൻ്റെ വാല്യൂ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് 500 നാനോമീറ്റർ എന്നുമാണ്. സോ നമ്മളതിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. 500 നാനോമീറ്റർ ആൻഡ് 300 നാനോമീറ്റർ ഇവിടെ ക്യാൻസലായി പോകും. ക്യാൻസലായി പോയി കഴിഞ്ഞാൽ നമ്മൾ കിട്ടുന്ന ആൻസർ എന്ന് പറഞ്ഞാൽ എത്ര വന്നു, 3 ഡിവൈഡ് ബൈ 5 എന്ന് വന്നു. സോ അവർ ഫൈനൽ ആൻസർ ഈസ് N1 ഡിവൈഡഡ് ബൈ N2 ദാറ്റ് ഈസ് ഈക്വൽ ടു എന്തെന്ന് വന്നു, 3/5 എന്ന് വന്നു. സോ ഹിയർ ദിസ് ഈസ് ദ ഫൈനൽ ആൻസർ. ഓപ്ഷൻ തപ്പിപ്പോകുമ്പോൾ നമ്മൾക്ക് കിട്ടാൻ പോകുന്നത് ആസ് ഓപ്ഷൻ നമ്പർ 4 ആയിരിക്കും.